നമ്മളെപ്പോഴും കരുതുന്നത് എന്താണ്? എല്ലാ ഗ്രഹങ്ങളും ഒരു നക്ഷത്രത്തെ ചുറ്റിയാണ് കറങ്ങുന്നത് എന്നല്ലേ? പക്ഷേ നമ്മുടെ പ്രപഞ്ചം അത് വളരെ വിചിത്രമാണ്. ശാസ്ത്രം ഇന്ന് ഒരു 4 അത്ഭുത ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ചിലത് പൂർണ്ണമായിട്ടും കണ്ടെത്തിയതാണ്, ചിലതിനെക്കുറിച്ച് ശക്തമായ തെളിവുകളുമുണ്ട്. അവ എന്താണെന്ന്, അത് എന്ത് തരം ഗ്രഹങ്ങളാണെന്ന് നമുക്ക് നോക്കാം. PSO J318.522 ഇതൊരു റോക്ക് പ്ലാനറ്റാണ്. അതായത് ഇതൊരു നക്ഷത്രത്തെ ചുറ്റിയല്ല കറങ്ങുന്നത്. ഈ പ്ലാനറ്റിനെ കണ്ടെത്തുന്നത് 2013 അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും ഏകദേശം 80 പ്രകാശവർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബെറ്റാ പിക്ടോറിയസ് ഗ്രൂപ്പ് എന്ന നക്ഷത്ര സമൂഹത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് കണ്ടെത്തുന്നത് പാൻ സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു വലിയ ടെലസ്കോപ്പ് വഴിയാണ് ഇതിനെ കണ്ടെത്തുന്നത്. പക്ഷേ ഇവിടെ ജീവൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? വെളിച്ചം വളരെ കുറവായിരിക്കും, കാരണം ഇതൊരു നക്ഷത്രത്തെ ചുറ്റിയല്ല കറങ്ങുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ തണുപ്പ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് GJ1214b. ഇത് മുഴുവനായിട്ടും വെള്ളത്താൽ മൂടപ്പെട്ട ഒരു പ്ലാനറ്റാണ്. അതായത് ആ പ്ലാനറ്റിൻ്റെ 100% വെള്ളം മാത്രമാണ്. ഇത് ഏകദേശം നമ്മുടെ ഭൂമിയിൽ നിന്നും 40 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനെ കണ്ടെത്തുന്നത് 2009 ഇവിടെ ദ്രാവക രൂപത്തിൽ വെള്ളമുണ്ടാകാനുള്ള ശക്തമായ തെളിവുകൾ ശാസ്ത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഡയമണ്ട് പ്ലാനറ്റിനെ കുറിച്ചാണ്. അതിൻ്റെ പേരാണ് 55 കാൻഗറി E. ഈ ഗ്രഹം ഭൂമിയിൽ നിന്നും ഏകദേശം 41 പ്രകാശവർഷം അകലെയാണ്. അതുപോലെ തന്നെ ഭൂമിയെ അപേക്ഷിച്ച് 10 മടങ്ങ് ചൂട് ഈ ഗ്രഹത്തിന് കൂടുതലാണ്. ഈ ഗ്രഹത്തിൽ കാർബൺ വളരെ വലിയ തോതിലുണ്ട്. അപ്പോൾ കാർബൺ അതുപോലെ തന്നെ വലിയ സമ്മർദ്ദവും ഒരുമിച്ച് കൂടുമ്പം അവിടെ വജ്രം, അതായത് ഡയമണ്ട് ഉണ്ടാവാൻ സാധ്യത കൂടും. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ഡയമണ്ട് പ്ലാനറ്റ് എന്നും വിളിക്കുന്നത്. ഈ ഗ്രഹം 100% വജ്രത്താൽ മൂടപ്പെട്ട ഗ്രഹം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അവിടെ വജ്രം എക്സസ് ചെയ്യാനുള്ള ശക്തമായ തെളിവുകൾ നമ്മുടെ ശാസ്ത്രത്തിന് കിട്ടിയിട്ടുണ്ട്. അടുത്തതൊരു ലാവ പ്ലാനറ്റാണ്. അതിൻ്റെ പേരാണ് K2141b. ഇത് മുഴുവനായിട്ടും ലാവയാൽ മൂടപ്പെട്ട ഒരു ഗ്രഹമാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 202 പ്രകാശവർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പകൽ സമയത്ത് ഏകദേശം 3000 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇവിടുത്തെ താപനില. അതുപോലെ തന്നെ ഇവിടുത്തെ പാറകൾ പോലും ഉരുകി ലാവയാവും. ആ ഉരുകിയ പാറ ഒരു മഴയായി ഈ ഗ്രഹത്തിൽ പെയ്യും. നാസയുടെ K2 സ്പേസ് ടെലസ്കോപ്പ് വെച്ചാണ് ഇതിനെ കണ്ടെത്തിയത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ നക്ഷത്രത്തിൻ്റെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രഹത്തിൻ്റെ ഒരു വശം എപ്പോഴും പകലായിരിക്കും. അതുപോലെ തന്നെ സർഫസ് മുഴുവനായിട്ടും ലാവ കൊണ്ട് മൂടിയതായിരിക്കും. ഇത് യഥാർത്ഥത്തിൽ കണ്ടെത്തിയ ഒരു ഹെൽ പ്ലാനറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കെന്താണ് മനസ്സിലാവുന്നത്? ബഹിരാകാശത്ത് അസാധാരണമായ, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഗ്രഹങ്ങളുണ്ട്. ഗ്രഹങ്ങൾ മാത്രമല്ല, നമ്മുടെ ഫിസിക്സിൻ്റെ കൺസെപ്റ്റ് തന്നെ മാറ്റിമറിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ സ്പേസിലുണ്ട്. പക്ഷേ ശാസ്ത്രം ഓരോ ദിവസം കഴിയുമ്പോഴും പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങളിൽ ഇതേക്കുറിച്ചൊക്കെ കൂടുതൽ പഠനങ്ങൾ തീർച്ചയായിട്ടും നടക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. താങ്ക് യു.